ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു സാറ്റർഡേ ആണ് കേട്ടോ. പിള്ളേർ രാവിലെ ഇതേ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതേ മദ്രസയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന സിമ്പിൾ മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ ഓഫർ ഉണ്ടായിരുന്നു, ഫുൾ ചിക്കനാണ് കിട്ടിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് കട്ടിങ് തീരെ അറിയില്ല, വാങ്ങിക്കണ്ടായിരുന്നു എന്ന് തോന്നി. പിന്നെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത് കേട്ടോ. വിത്ത് സ്കിന്നാണ് വാങ്ങിയത്. അപ്പോൾ ആദ്യം അതൊന്ന് വേവിച്ചെടുക്കണം, ഉപ്പും പെപ്പറൊക്കെ ഇട്ടിട്ട്. ഞാൻ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന മന്തിയാണ് കേട്ടോ. ഒരു 10-20 മിനിറ്റ്സ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടത് അറബിക് മസാലയാണ് കേട്ടോ. അപ്പോൾ നാട്ടിലൊക്കെ അറബിക് മസാലയൊക്കെ അവൈലബിൾ ആണ്. ഇനി അതില്ലെങ്കിൽ തന്നെ നമ്മളുടെ ഗരം മസാല യൂസ് ചെയ്താലും മതി. പക്ഷേ ഈ ഒരു ടേസ്റ്റ് അത് ഡിഫറെൻ്റ് ആണ്. അറബിക് മസാല ആഡ് ചെയ്യുമ്പോഴൊരു ടേസ്റ്റ് അത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം എല്ലാ പീസുകളും കട്ട് ചെയ്തെടുത്ത് കുക്കറിലേക്ക് ഇട്ടു. അത്യാവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ, കാരണം ആ ഒരു വെള്ളത്തിലാണ് നമ്മൾ റൈസ് വേവിച്ചെടുക്കുന്നത്. പിന്നെ ഉപ്പും പെപ്പറും മാത്രം ആഡ് ചെയ്താൽ മതി, ഒറ്റ വിസിലടിച്ചാൽ മതി കേട്ടോ. പിന്നെയും ചിക്കൻ നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, കാരണം അത് വേവിച്ച് വരുമ്പോൾ ഒരു വൈറ്റ് കളറായിരിക്കുമല്ലോ. അപ്പോൾ കളറ് മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് മസാലയൊക്കെ തേച്ചിട്ട് അതൊന്ന് വേവിച്ച് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ലാസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഒരു വിസിലടിച്ചാൽ മതിയാവും. പിന്നെ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുക. 1 കിലോ ചിക്കൻ ഒരു 3 സവാളയൊക്കെ മതിയാവും. ഒരുപാട് മസാലയുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ആ ഒരു പൊടിയിലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. പിന്നെ ആവശ്യത്തിന് ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ഒരു 3 തക്കാളി നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. പിന്നെ ഓൾ സ്പൈസസ് വേണം, അത്രയൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം ഒലിവ് ഓയിലും സൺഫ്ലവർ ഓയിലും ഈക്വലായിട്ട് ആഡ് ചെയ്യാം കേട്ടോ. അതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മുടെ എല്ലാ സ്പൈസസും ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും വേണ്ട, കുറച്ച് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമ്മുടെ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി നമ്മുടെ മിക്സിയുടെ ജാറിൽ അരച്ച് ഇടാറുണ്ട്, അതല്ലെങ്കിൽ ചില സമയത്ത് ഞാൻ കട്ട് ചെയ്ത് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ കട്ട് ചെയ്താണ് ഇടുന്നത്. ആവശ്യത്തിന് പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് കളറ് മാറണ്ട, എന്നാലും ഒന്ന് എല്ലാം കൂടി ഒന്ന് വാടി മിക്സായിട്ട് വരണം. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പുറത്ത് പോയി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തണുപ്പ് ഏകദേശം നല്ല തണുപ്പുള്ള സമയമാണ്, പക്ഷേ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ജനുവരി സ്റ്റാർട്ടിങ്ങിലുള്ള തണുപ്പൊന്നും ഇപ്പോൾ ഇല്ല, കുറവാണ്. ഇടയ്ക്കിടയ്ക്ക് ചെറിയ രീതിയിൽ മഴയും കാര്യങ്ങളും ഉണ്ട്. ചിക്കൻ ഒരു വിസിലോടുകൂടി തന്നെ കുക്കർ ഓഫ് ചെയ്യണം കേട്ടോ, അതല്ലെങ്കിൽ ഒരുപാട് വെന്ത് പോകും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, നമുക്ക് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ചിക്കനും ആയിട്ടുണ്ട്. ഇനി അതിൽ നിന്ന് നമുക്ക് വെള്ളമാണ് കേട്ടോ എടുക്കേണ്ടത്, കാരണം നമ്മളിപ്പോൾ അരിയാണ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ചിക്കൻ്റെ ആ ഒരു സ്റ്റോക്കിലാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും കേട്ടോ. അതെന്തായാലും മിസ്സാക്കരുത്. പിന്നെ സവാളയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് വഴണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മാഗി ക്യൂബ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം കേട്ടോ. അത് ഭയങ്കര ഒരു ടേസ്റ്റ് മേക്കറാണ്. 2 പീസ് മാഗി ക്യൂബ്, അതേപോലെ ഗരം മസാല, അതല്ലെങ്കിൽ അറബിക് മസാലയാണ് കുറച്ചും കൂടി നല്ലത്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ അതിലേക്ക് കഴുകി ഊറ്റി വെച്ചേക്കുന്ന അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് അതിൻ്റെ കൂടെ ഒന്ന് വറുത്തെടുക്കുക. മസാലയൊക്കെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്ത് വറുത്തെടുത്തതിന് ശേഷം ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ നമ്മുടെ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക. ഇനി അത് കുറവുണ്ടെങ്കിൽ തന്നെ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ആഡ് ചെയ്താലും മതി. നമ്മളിത് വേവിച്ചെടുത്ത ചിക്കൻ പീസാണ് കേട്ടോ. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, തൈര് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്യാണ്. തൈര് ഒരിക്കലും അടിക്കരുത് കേട്ടോ, വെള്ളമായി പോവും. തൈര് നമ്മൾ ചിക്കനിലേക്ക് ഡയറക്റ്റ് ഇടുക. ബാക്കിയെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് വേറെ പാൻ വെച്ചിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി നല്ലൊരു ഗ്രില്ല് ചെയ്ത കളറൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ റൈസും അവിടെ കിടന്ന് വേവുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് പണി കഴിയും. ഇതിപ്പോൾ ചിക്കൻ കട്ട് ചെയ്യാനുള്ളതുകൊണ്ടാണ് എനിക്കൊരുപാട് സമയം പോയത്, അതല്ലെങ്കിൽ നമുക്ക് വേഗം പണി കഴിക്കാൻ പറ്റിയ ഒരു 1 പോട്ട് മീലാണ്. മന്തിയെന്നും പറയാൻ പറ്റില്ല, കബ്സാന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഈസി ആയിട്ടുള്ളൊരു റൈസാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. മുകളിലത്തെ ആ ഒരു മസാലയുടെ ആ ഒരു പച്ചക്കുത്തൊക്കെ മാറി ഒന്ന് കളർ മാറി വന്നാൽ മതി.
അപ്പോഴത്തേനും റൈസ് പകുതി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ വെച്ച് കൊടുക്കാം. സ്മോക്ക് ചെയ്യണമെങ്കിൽ സ്മോക്ക് ചെയ്യാം കേട്ടോ. സെൻറ്ററിൽ നമുക്കൊന്ന് കരി കത്തിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തിട്ട് സ്മോക്കും ചെയ്തെടുക്കാം. ഞാനിന്ന് ഇപ്പോൾ ചെയ്തെടുത്തിട്ടില്ല, കാരണം ഇക്ക ഇവിടെ ഇല്ല, പിള്ളേർക്ക് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് സ്മോക്കും കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വരിക. പിന്നെ ഇതിൻ്റെ കൂടെ തൈര്, പിന്നെ ടൊമാറ്റോ ചട്നിയാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. പിള്ളേർക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അച്ചാർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഉച്ചക്കലത്തെ ലഞ്ച്. അപ്പോൾ നല്ല ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിറ്റേ ദിവസം രാത്രിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പ്രോൺസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമുക്ക് നാട്ടിൽ നിന്ന് കട ബ്രദർ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിറ്റേ ദിവസം ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ പ്രോൺസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും നാരങ്ങാനീരും കുരുമുളക് പൊടിയൊക്കെ തേച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അതേപോലെ പിള്ളേർക്ക് രാവിലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ച് വട്ട് പിടിച്ച് അവസാനം കുറച്ച് പാസ്ത ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ ടൊമാറ്റോ ഒക്കെ ഇട്ട് റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ടൊമാറ്റോ ഒരു 3 നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ബട്ടർ, കുക്കിംഗ് ക്രീം, പാല്, ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് കളറിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പാപ്രിക്ക അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ വേവിച്ച പാസ്ത ഇട്ട് കൊടുക്കുക. ലാസ്റ്റ് ചീസ് ഇട്ട് കൊടുത്താൽ മതി. പാഴ്സ്ലി ലീവ്സ് അതല്ലെങ്കിൽ അതിൻ്റെ ഡ്രൈഡ് പാഴ്സ്ലിയോ അതല്ലെങ്കിൽ ഒറിഗാനോ, റോസ്മേരി, ഏതാണോ ഫ്ലേവർ ഇഷ്ടം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് പാഴ്സ്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഡ്രൈഡ് പാഴ്സ്ലി. അപ്പോൾ നമുക്കിപ്പോൾ ചിക്കനോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ടൊമാറ്റോ പേസ്റ്റിൽ പാസ്ത ഉണ്ടാക്കിയെടുത്ത ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ക്രീമി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ബട്ടർ ആഡ് ചെയ്യണം, ചീസ്, അതേപോലെ കുക്കിംഗ് ക്രീം, ഫ്രഷ് ക്രീമാണ് ഏറ്റവും പാസ്തയ്ക്ക് ടേസ്റ്റ് വരിക. ഫ്രഷ് ക്രീമും നമ്മുടെ പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പാസ്ത അടിപൊളിയായിട്ട് വരും. പിള്ളേർക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡിന്നറും കാര്യങ്ങളൊക്കെ പിള്ളേരെ നടക്കുന്നുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം പിള്ളേരെ സ്കൂളിലും വിടണം. അപ്പോൾ അതുകൊണ്ട് കിച്ചണിലെ പണികളൊക്കെ തീർത്ത് പാത്രങ്ങളൊക്കെ കഴുകി പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലാണ്. അപ്പോൾ ഇക്കാടെ ബ്രദർ നാളെ ഉച്ചയ്ക്കാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഞാനൊരു പ്രോൺസിൻ്റെ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാടമുട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാടമുട്ട ഫ്രൈ ആക്കാം. പിന്നെ ഒരു സേമിയ പായസം, പിന്നെ എന്തെങ്കിലും 2 സാലഡ്, അങ്ങനെയാണ് കേട്ടോ പ്ലാൻ ചെയ്യണേ. കാരണം ആൾക്ക് സീ ഫുഡാണ് ഭയങ്കര ഇഷ്ടം. ചിക്കനോടൊന്നും വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മീനിൽ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധനങ്ങളൊക്കെ ഞാൻ വൈകുന്നേരം പോയി വാങ്ങിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ക്യാമറ ഓൺ ആണെന്നുള്ളത് ഞാൻ മറന്നുപോയിട്ടാ. ഓൺ ചെയ്ത് വെച്ചിട്ട് പാത്രം കഴുകാനൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ മസാല തേക്കുന്ന പരിപാടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം പിന്നെ രാവിലെ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ സൂമൊക്കെ പോകണില്ല കേട്ടോ, 2-3 ദിവസമായിട്ട് ലീവാണ്. അപ്പോൾ എന്തായാലും അത്രയും സമയം പോവും സൂമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. കാരണം പോകുമ്പോഴും റെഡിയായി പോകാനായിട്ട് കുറച്ച് സമയമെടുക്കും. തിരിച്ച് വരുമ്പോഴാണെങ്കിലും ഇവിടെ തിരിച്ചെത്താൻ വേണ്ടിയിട്ടും സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 hours അതിന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം പോകും. അപ്പോൾ രാവിലെ പണികൾ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കാടമുട്ട അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാക്കണം, എന്തൊക്കെ കൊടുക്കണം, സ്വീറ്റ് എന്താ ഉണ്ടാക്കേണ്ടത് എന്നൊക്കെയുള്ളൊരു ഐഡിയ നേരത്തെ കണ്ട് അതിന് വേണ്ട സാധനങ്ങളൊക്കെ തലേദിവസം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആവും. അതല്ലെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് കയറി വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ് എന്താണ് ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്നുള്ളൊരു. നേരത്തെ തന്നെ പ്ലാനിങ് ഉണ്ടെങ്കിൽ എല്ലാം നല്ല നീറ്റായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ചെയ്യേണ്ടത് ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്തെങ്കിലും ചെയ്ത് വെക്കുക. കാരണം ഒരു സംഭവം ചെയ്യുമ്പോൾ അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാതെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് കിട്ടുമ്പോൾ അടുത്തതിനുള്ള പണികൾ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. 2 പണികൾ അറ്റ് എ ടൈം ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നീക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു സ്പെഷ്യൽ പ്രോൺസ് ബിരിയാണിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് പ്രോൺസ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനൊക്കെ അടുപ്പത്ത് വെച്ചു. ഓയിലോ സൺഫ്ലവർ ഓയിലോ അതല്ലെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിലും ഒഴിക്കാം. പ്രോൺസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് വെന്ത് വരണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. ഒരു 2-3 മിനിറ്റ്സിനുള്ളിൽ അതിൻ്റെ കളറൊന്നും മാറും. 2 സൈഡും കളറ് മാറിക്കഴിയുമ്പോൾ തന്നെ അതിൽ നിന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ വരും, അതൊക്കെ മാറ്റി വെക്കാം.
അപ്പോൾ അത് ആ ഒരു ഫ്രൈ ചെയ്യുന്ന സമയം കൊണ്ട് സവാളയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കാടമുട്ടയും ഒന്ന് പുഴുങ്ങിയെടുക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളിയും ചെറിയുള്ളിയും ഞാനൊന്ന് മിക്സിയുടെ ജാറിൽ ഒതുക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളായിട്ട് വേറൊന്നുമില്ല കേട്ടോ. ഗരം മസാല, പിന്നെ പെരുംജീരകത്തിൻ്റെ പൊടി, ഇത് രണ്ടുമാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെരുംജീരകം നന്നായിട്ട് വറുത്തൊന്ന് പൊടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പെരുംജീരകം നന്നായിട്ട് ചൂടാക്കി വറുത്തെടുത്തിട്ടുണ്ട്. അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ഒതുക്കി അത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഗരം മസാല കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി നമ്മുടെ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. നമ്മൾ മല്ലിയിലയും പുതിനയിലയൊക്കെ കട്ട് ചെയ്തെടുക്കുന്നതിന് പകരം മിക്സിയുടെ ചെറിയ ജാറിൽ തന്നെ കുറച്ച് തൈര്, മല്ലിയില, ഒരു പിടി പുതിനയില, നട്ട്സ്, പിന്നെ കസ്കസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നിർബന്ധമൊന്നുമില്ല. നമുക്ക് മധുരം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിലും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം എനിക്ക് മധുരത്തിനോട് വലിയ താല്പര്യമില്ല. അപ്പോൾ നട്ട്സും മല്ലിയിലയും പുതിനയിലയും തൈരൊക്കെ കൂടി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഈ ഒരു ബിരിയാണിയുടെ ഒരു ടേസ്റ്റ്. നല്ല ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു. കിച്ചൺ ടേൽസ് ബൈ നീതു എന്നുള്ള യൂട്യൂബ് ചാനലിൽ അവരുണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാനെപ്പോഴും പലരുടെയും റെസിപ്പീസ് ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിന്. ഒരു ഗ്രീൻ കളർ മസാലയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മുടെ ഗ്രീൻ മസാല ഇട്ട് പച്ചക്കുത്തൊക്കെ മാറുന്ന വഴി നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീനൊക്കെ ഇട്ട് കൊടുത്ത് അത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ചെമ്മീൻ്റെ മസാല ആയി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോറ് വെക്കാനുള്ള അരി നോക്കിയത് കേട്ടോ. അപ്പോൾ ജീരകശാല റൈസ് ഒട്ടുമില്ല, വളരെ കുറവാണ്. ഞാൻ ഉണ്ടെന്നുള്ളൊരു പ്രതീക്ഷയിൽ അത് മാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അത് വേഗം ഓർഡർ കൊടുത്തു. ഇപ്പോൾ ഇക്കായൊക്കെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്, ആൾ ഇറങ്ങിയതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇക്ക ചോദിക്കുന്നുണ്ടായിരുന്നു ഇനി ഫുഡൊക്കെ റെഡി ആവുമോ, കാരണം ഇനിയും കുറേ സാധനങ്ങൾ ഉണ്ടാക്കാനില്ലേ, റൈസ് ഇല്ലാതെ എങ്ങനെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേനും ഞാൻ ഗ്രാൻഡിൽ വിളിച്ച് എമർജൻസി പറഞ്ഞു കേട്ടോ, കാരണം എനിക്ക് ഗസ്റ്റ് ഉണ്ട്, എത്രയും വേഗം എത്തിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വിളിച്ച് പറയുകയാണ് ചെയ്തത്. അതിനിടയിൽ കാടമുട്ട ആയിട്ടുണ്ടായിരുന്നു. ഇത് അത്രയും ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കൽ കുറച്ച് പണിയാണ് കേട്ടോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ തന്നെ വെച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ കാന്താരി മുളകാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പം അതില്ലാത്തതുകൊണ്ട് പച്ചമുളകും കറിവേപ്പിലയും നമ്മുടെ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് പുഴുങ്ങിയ കാടമുട്ട ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറച്ച് വെളിച്ചെണ്ണ കൂടി നിൽക്കുന്നതായിരിക്കും അതിന് കുറച്ച് നല്ലത്. ഒരുപാട് ഇട്ട് വേവിച്ചെടുക്കരുത് കേട്ടോ, അത് റബ്ബറി ആയി പോവും. പിന്നെ നമ്മളുടെ മല്ലിയില ചമ്മന്തി ഉണ്ടല്ലോ, അത് ഞാൻ എല്ലാ തവണ ഉണ്ടാക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ ഈ തവണ തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഞാൻ വെളുത്തുള്ളി ഇടാറുണ്ടായിരുന്നില്ല, ഈ തവണ വെളുത്തുള്ളി ആഡ് ചെയ്തു. ഇനി അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമാണോ എന്നറിയില്ല, തീരെ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഇതേ സേമിയ പായസം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. എനിക്ക് എപ്പോഴും ഭയങ്കര ഈസി ആയിട്ട് തോന്നുന്നൊരു സംഭവം പായസം ഉണ്ടാക്കലാണ്, പെട്ടെന്ന് തന്നെ പണി കഴിയും. അപ്പോൾ അതും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസ് എത്തിയിട്ടില്ല കേട്ടോ, ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോൾ ചുറ്റുമുള്ള എല്ലാ പണികളും കഴിഞ്ഞു, പാത്രങ്ങളാണെങ്കിലും കഴുകിയൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ ഇലയിലാണ് കേട്ടോ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇലയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് വാട്ടി വെക്കുകയാണ്. അപ്പോഴത്തേനും റൈസ് വരുമ്പോൾ നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ദമ്മിലിടാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മുടെ സവാള ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്, നട്ട്സൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ചുറ്റുമുള്ള പരിപാടികളും പണി തീർത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഗീ റൈസ് മാത്രം എത്തിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വെയിറ്റിങ്ങിലാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാവർക്കും പൊതി ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ബിരിയാണി ആവുകയാണെങ്കിൽ ഇലയിൽ ബിരിയാണി പൊതിഞ്ഞ് വെക്കാം. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേനും നന്നായിട്ട് മസാലയൊക്കെ സെറ്റായി വരുമല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ നമ്മുടെ പ്ലാനിങ് പോലെ ഒന്നും നടക്കാറില്ലല്ലോ, എല്ലാം ചെയ്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പൊതി ബിരിയാണി ഞാൻ കെട്ടിവെച്ചു, കാരണം ഞാൻ എൻ്റെ നിസ്കാരമോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അവർക്ക് നോർമലി വാഴയിലയിൽ വിളമ്പാം, എനിക്ക് മാത്രം ബിരിയാണി പൊതി ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇടയിലൊക്കെ വന്നു, നമുക്ക് റൈസും കിട്ടി, നെയ്ച്ചോറൊക്കെ ആക്കി ഇതേ ബിരിയാണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ദമ്മിലിട്ടതിന് ശേഷമാണ് കേട്ടോ അവർ വന്നത്. പിന്നെ എൻ്റെ നിസ്കാരവും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. കുറേ നേരമൊക്കെ സംസാരിച്ചിരുന്നതിന് ശേഷം ഫുഡൊക്കെ കൊടുത്തു.
നല്ല അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കാതെ ഒന്ന് വെറൈറ്റി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിക്കോ, അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷനും അടിപൊളി തന്നെയാണ്. പിന്നെ ഒരു സാലഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും തൈര് വെച്ചിട്ട് സാലഡ് ആക്കുമ്പോൾ ജസ്റ്റ് തൈരും സവാളയും കുക്കുംബറൊക്കെ കൂടി കട്ട് ചെയ്തിടുകയല്ലേ ചെയ്യുന്നത്. പക്ഷേ ഇത് സവാളയും കുക്കുംബറും ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒതുക്കിയെടുക്കണം. എന്നിട്ട് തൈര് ആഡ് ചെയ്തിട്ട് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടെക്സ്ചറാണ്. അതേപോലെ കുക്കുംബറിൻ്റെയൊക്കെ ഫ്ലേവറും കുറച്ച് കൂടുതലായിട്ട് കിട്ടും. കുറച്ചും കൂടി ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറുണ്ടായിരുന്നു, കാണുമ്പോൾ കൊടുത്തയച്ച അച്ചാറുണ്ടായിരുന്നു, മാങ്ങ അച്ചാർ. അപ്പോൾ അതും കൂടി അപ്പം തന്നെ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. വന്ന പാടെ പെട്ടി കാര്യങ്ങൾ പൊട്ടിക്കലെല്ലാം കഴിഞ്ഞു. കുറച്ച് ഫ്രോസൺ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, പത്തിരി, ബീഫ്, അതേപോലെ ചക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടി പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ വേഗം കഴിഞ്ഞു. പിള്ളേരൊന്നും വന്നിട്ടില്ല, എല്ലാവരും സ്കൂളിലാണ്. ഹാസിം അടക്കം പ്ലേ സ്കൂളിലാണ്. എന്നാലാണല്ലോ എൻ്റെ പണി ഈസി ആയിട്ട് കഴിയുക. അങ്ങനെ എൻ്റെ നിസ്കാരവും കുളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനും പൊതു ബിരിയാണി കഴിച്ചു. നല്ലൊരു ബിരിയാണി ആയിരുന്നു. അതായിരുന്നു കേട്ടോ അന്നത്തെ സ്പെഷ്യൽ. ഇത് 2 ദിവസം കഴിഞ്ഞിട്ട് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചക്കയാണ്. ഇത് പഴുപ്പില്ല ചക്കയാണ് കേട്ടോ, പക്ഷേ ഇത് പച്ചയായതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ചക്കയാണ് ഉലത്താൻ വേണ്ടിയിട്ട് പഴുക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഹാഫ് പഴുപ്പിക്കാനും ഹാഫ് പച്ചയായിട്ട് ഉലത്താന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ചക്ക പുഴുക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നന്നാക്കി തുടങ്ങിയതാണ്. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു പരിപാടിയാണ് കേട്ടോ ചക്ക നന്നാക്കി കട്ട് ചെയ്തെടുക്കൽ. അതിൻ്റെ അത്രയും കഷ്ടപ്പാട് വേറെ ഒന്നിനും ഉണ്ടാവാറില്ല. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇക്കായാണ് എപ്പോഴും ഹെൽപ്പ് ചെയ്യാറ്, പക്ഷെ ആളിന്ന് ഇവിടെ ഇല്ല, പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 1.5 മണിക്കൂറായി ചക്ക നന്നാക്കുന്ന എൻ്റെ പുറകിലാണ്. അങ്ങനെ ചക്കയൊക്കെ നന്നാക്കി എടുത്ത് വേസ്റ്റ് എല്ലാം കൂടി ഞാൻ വലിയൊരു കവറിലാക്കി വെച്ചിട്ടാണ് പിന്നെ കൊണ്ടുപോയി കളയാമെന്ന് വിചാരിച്ച്. പിന്നെ ചക്കയുടെ കുരുവൊക്കെ നന്നാക്കി കട്ട് ചെയ്തെടുത്തു. ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിലൊരു വിസിലടുപ്പിച്ച് വേവിക്കുകയാണ്. പിന്നെ കടുകൊക്കെ പൊട്ടിച്ച് നമ്മുടെ വേവിച്ച ചക്കയൊക്കെ ഇട്ട് കൊടുത്തു. ചക്കക്കുരു സെപ്പറേറ്റ് അതും വേവിച്ചു, അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങയാണ് കേട്ടോ, തേങ്ങയും പച്ചമുളക്, ഇഞ്ചി, ചെറിയ ജീരകം ഒക്കെ കൂടി ഒന്ന് ഒതുക്കിയതാണ്. ഞാൻ ഒതുക്കിയപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് കൂടിപ്പോയി, അത്രയും വെള്ളം വേണ്ട. എന്നിട്ട് നമ്മുടെ വേവിച്ച ചക്കയെ കൂട്ടിയിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതാണ് ചക്ക ഉടച്ചത്, അല്ലെങ്കിൽ ചക്ക പുഴുക്ക് എന്നൊക്കെ പറയാം. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ബീഫ് ഓൾറെഡി ഉണ്ടായിരുന്നു, അതൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട നല്ല അടിപൊളി ബീഫ് റോസ്റ്റും ആയിരുന്നു. അപ്പോൾ ഇത് രണ്ടും നല്ല അടാറ് കോമ്പിനേഷനാണ്, അറിയാലോ. അപ്പോൾ ചോറും ഉച്ചയ്ക്ക് ഉണ്ടാക്കിയത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ചക്കയും ബീഫും ചോറും ഒക്കെ ആയിട്ട് ഒരു നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ നാളെത്തിയാണ് ഒരു പച്ചച്ചക്ക ഇത്രയും ടേസ്റ്റിൽ കിട്ടണത്. അപ്പോൾ ഞാൻ നന്നാക്കി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തുകൊണ്ടാണോ എന്താണെന്നറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇക്കാടെ ഫ്രണ്ടും വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തുന്നതാണ് കേട്ടോ. എനിക്കും ഏറ്റവും ലാസ്റ്റ് റിലാക്സ് ചെയ്തിരുന്ന് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറച്ച് ചോറും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.